എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിലാക്കി നിന്നെ ഡൈവേഴ്സ് ചെയ്താൽ ഈ കടക്കെണിയിൽ നിന്നും ഞാൻ അതിവിദഗ്ധമായി തലയൂരി. നമ്മൾ ഈ ദാമ്പത്യം മുറിക്കുന്നത് നിയമത്തിന്റെ കണ്ണിൽ മാത്രമാണ്. പഴയതിലും അടിച്ചു പൊളിച്ച് നമ്മൾ ഭാര്യാഭർത്താക്കന്മാരായി സുഖമായിട്ട് ഇവിടെ കഴിയും. ഇത് നിയമത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും ഒരു ചെറിയ ടെക്നിക്കാ. എന്റെ മോളൊന്ന് ഒപ്പിട്ടെ. ഒപ്പിട്. ഇനി താലി പതുക്കെ കുഴപ്പമില്ല. ഓ സാറെന്താ ഇവിടെ നിന്ന് പറയണേ? ഞാനൊരു മസാല ദോശക്ക് ഓർഡർ കൊടുത്തിരിക്കുക. എന്താ നിനക്ക് വേണം? അയ്യോ, മസാല ദോശ അല്ല ആർക്കും ഇഷ്ടപ്പെടാത്ത. ഓടോ. ഡൈവോഴ്സ് കിട്ടി. ഇതുകൊണ്ട് കമ്പനിയുടെ കടബാധ്യതയെന്ന് ഞാൻ രക്ഷപ്പെട്ടു ഉള്ളൂ. ഞാൻ പലരിൽ നിന്നും പേഴ്സണലായിട്ട് കുറച്ച് എമൗണ്ട് മേടിച്ചിട്ടുണ്ട്. അതും കൂടി ബാലചന്ദ്രന്റെ തലയിൽ വെച്ചാൽ എനിക്ക് സമാധാനമായി. അതത്ര എളുപ്പമാണോ? ഈ കറുത്ത കോട്ട എനിക്കില്ലാന്നുള്ളൂ. അത്യാവശ്യം നിയമമൊക്കെ എനിക്കും അറിയാം. ആ ചതിയ ബാല, അയാള് പാപ്പർ ഹർജി കൂടി ഫയൽ ചെയ്തു. എന്തിന്? അയാള് കാലിന് ബീഫ് വെച്ച് കൊടുക്കുന്ന പാർട്ടിയാ. എന്തെങ്കിലും കാണാണ്ട് അയാൾ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? ആദ്യം സ്വത്തുക്കളെല്ലാം ഭാര്യയുടെ പേരിലാക്കി, പിന്നെ വിവാഹമോചനം വാങ്ങി. ഇപ്പൊ ലക്ഷങ്ങളുടെ കടബാധ്യത തീർക്കാൻ യാതൊരു മാർഗമില്ലാന്നും പറഞ്ഞ് ഇൻസോൾവൻസി ആക്ട് പ്രകാരം തന്നെ പാപ്പരായി പ്രഖ്യാപിക്കണമെന്ന് കോടതിയോട് കേണാപേക്ഷിച്ചിരിക്കുക. കോടതി അയാളെ പാപ്പരാക്കുമെന്ന് നമുക്ക് നാളെ അറിയാം. അങ്ങനെ അതും ജയിച്ചു. കൺഗ്രാചുലേഷൻസ്. നിനക്കല്ല, എനിക്കാ. എന്റെ പാപ്പർ ഹർജിയും കോടതി അംഗീകരിച്ചു. സീതാഭവനിൽ മാധവൻ നായർ ഇപ്പൊ പാപ്പര, നിയമത്തിന് മുന്നിൽ മാത്രം. സർവസ്ഥാവര ജംഗമ വസ്തുക്കൾക്കും കൂടി 500 രൂപയിൽ താഴെ വിലയുള്ള ഒരു പാവം നിർധനനായി ഈ നിൽക്കുന്നത്. ഇത് അവസാനത്തെ വിധിയൊന്നല്ലോ. കൗണ്ടർ കേസും അപ്പീലൊക്കെ ഉണ്ടല്ലോ. നമുക്ക് വീണ്ടും കോടതി വെച്ച് കാണാം. ഇത്തിരി പൊക്കമുണ്ടെന്ന് വെച്ച് ബുദ്ധി ഉണ്ടാവണമെന്നില്ല. എനിക്കെതിരെ നീ വാദിച്ച് ജയിക്കണമെങ്കിൽ വെറുതെ ബീഡി വലിച്ച് ആകാശത്തേക്ക് പുക വിട്ടിട്ടൊന്നും കാര്യമില്ല. നിയമപുസ്തകങ്ങൾ വായിച്ച് പഠിക്കണം. ഓക്കേ? എന്താ? അല്ല, കൂടെ വരാൻ പറയായിരുന്നു. എന്റെ നാത്തൂനെ മാധവൻ നായരുടെ പിരി വിട്ടെന്നാ തോന്നുന്നത്. എങ്ങനെ വിടാതിരിക്കും? അച്ഛൻ ഓട്ടുരുളി കമിഴ്ത്തി ഉണ്ടായ സന്താനമല്ലയോ? അതോ ഉരുളി കമിഴ്ത്താൻ കൊടുത്തപ്പോ അച്ഛൻ അതിലും ലാഭം നോക്കി. ക്ലാവ് പിടിച്ച പഴയ ഉരുളിയാ കൊടുത്തതേ. ആ ക്ലാവ് മുഴുവൻ ചേട്ടന്റെ സെറിബ്രത്തിൽ കയറി ബ്ലോക്കായി. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉച്ചക്കർക്ക് ആരെങ്കിലും കാണിക്കൂ? ബാലൻസ് ഒന്നും ഇല്ലല്ലോ സാറേ. ഒരു 20 ലക്ഷം അതും പിൻവലിച്ചല്ലോ. എപ്പോ? കുറച്ചു നാളായി. മാധവൻ നായർ സാർ തന്നെയാ വന്നത്. ചിലപ്പോ പറയാൻ മറന്നതാവും. ആ പണം വാങ്ങാൻ വന്നതാണ്. ഏത് പണം? ബാങ്കിൽ നിന്നും പിൻവലിച്ച 20 ലക്ഷം. അതൊക്കെ അപ്പോഴേ കടം തീർത്തില്ലേ? ഏത് കടം? കമ്പനി ഉണ്ടാക്കിയ പഴയ ചില ബാധ്യതകളാ. അതൊന്നും നിനക്കറിയില്ല. വെറുതെ മുട്ടാപ്പോക്ക് പറയരുത്. അത് ശാരിയുടെ കല്യാണത്തിന് ഇട്ടിരുന്ന പണമാണെന്ന് നിങ്ങൾക്കറിയാം. അത് വാങ്ങാൻ ചെറുക്കന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. എന്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല. അങ്ങനെ പറയരുത്. ഈ പണം കിട്ടിയില്ലെങ്കിൽ എന്റെ അനിയത്തിയുടെ കല്യാണം മുടങ്ങും. അന്ന് നിങ്ങളും കൂടി ഉറപ്പ് കൊടുത്തിരുന്നല്ലേ? ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. പണ്ട് അങ്ങനെ പലതും ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നീ മനസ്സിൽ വിചാരിക്കണത് ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നല്ലേ? എന്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ലാതെ തന്നെ. പ്ലീസ്, അവളുടെ ജീവിതം ഇപ്പൊ നിങ്ങളുടെ കയ്യിലാണ്. എനിക്ക് ആ പണം കിട്ടിയേ പറ്റൂ. ചേടാ, എന്റെ മോനെ, എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തോണ്ടല്ലേ കോടതി എന്നെ പാപ്പരാക്കിയത്. കല്യാണത്തിന്റെ പണം ഒഴിച്ച് ബാക്കിയെല്ലാം നിങ്ങൾ എടുത്തോളൂ. എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ട എടുക്കാൻ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാണ്. കാല് പിടിച്ച കാശുണ്ടാവോ? പറഞ്ഞത് കേട്ടില്ലേ? ഒന്ന് പോയാട്ടെ. നീ ആരാ ഇതിൽ ഇടപെടാൻ? കാശ് കിട്ടിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. നീ പോടാ. മാധവനാരെ, ഇത് ചതിയാ. ഇതുവരെ നിങ്ങളുടെ എല്ലാ കൊള്ളരുതായ്മകളും ഞാൻ സഹിച്ചു ഇവൾക്ക് വേണ്ടി. ഇനി അതുണ്ടാവില്ല.
എന്റെ അനിയത്തിയുടെ കല്യാണം മുടങ്ങിയാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നിന്റെ പെർഫോമൻസ് ഒക്കെ കൊള്ളാം, പക്ഷെ അത് നിന്റെ വീട്ടിൽ മതി. നന്ദിയുണ്ട് മാധവൻ നായരെ. മരിച്ചുപോയ സുഹൃത്തിന്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ഈ ചെയ്തെന്ന ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. പക്ഷേ നിങ്ങൾ ഈ ചെയ്തതിന് എന്നെ എണ്ണി കണക്കി വെച്ചില്ലെങ്കിൽ ഞാൻ കേശവമേനോന്റെ മകൻ ബാലേന്ദ്രനല്ല. എന്തിനാ അച്ഛാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കല്യാണത്തിന് വെച്ചിരുന്ന പണമാണ്. അതൊക്കെ അവന്റെ അടവായി ചെയ്യും. കല്യാണം നടത്താൻ അവന് വേറെ ഇഷ്ടംപോലെ പണമുണ്ട്. ഓതിക്കൊടുത്ത് എന്റെ ചേട്ടനെ കൊലയ്ക്ക് കൊടുക്കണം. നീ നല്ല ആളാ. ബാങ്കിൽ പോയിട്ട് മണിക്കൂർ എത്രയായി? അദ്ദേഹം ഇരുന്ന് മുഷിഞ്ഞു. പ്രതീക്ഷിച്ച പണം കിട്ടിയില്ല. എനിക്ക് ഒരാഴ്ചത്തെ സമയം കൊടുത്താൽ. അത് ശരി, കല്യാണം കഴിഞ്ഞ് പണം തരാമെന്ന്. 20 ലക്ഷം ബാങ്കിൽ സേഫായി കിടക്കുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ആ പണം നഷ്ടപ്പെട്ടു. ഇത് ഇത്തിരി പഴകിയ കേസായിട്ട് ഞാൻ സമ്മതിച്ചത് കിടപ്പാടത്തിന്റെ ആധാരം എഴുതിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഒഴിവാക്കി പോകരുത്. നേരും നെറിയുമുള്ള ഒരു നാട്ടിലില്ലാഞ്ഞിട്ട് വേണമല്ലോ ഇവിടെ നിന്നൊരു ബന്ധം വെക്കാൻ. ദൈവത്തോർത്ത് അങ്ങനെ പോയിക്കോട്ടെ. മാധവൻ നായർ ചതിച്ചമ്മേ. ആ പണം അയാൾ തട്ടിയെടുത്തു. വേറെ ആരോടെങ്കിലും കടം വാങ്ങാൻ ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കി, നടന്നില്ല. ഇത് നടക്കുമെന്നായപ്പോൾ എന്റെ മോൾ ഒരുപാട് സന്തോഷിച്ചു. സാരമില്ലമ്മേ, കല്യാണം കഴിച്ചില്ലെന്ന് കരുതി ഞാൻ ചത്തൊന്നും പോയില്ലല്ലോ. മോളെ, ബാലൻ ആകെ തകർന്നിരിക്കുക. അവൻ ഇതുകൂടി താങ്ങാനാവില്ല. വൈശ്യ ബാങ്കിൽ നിന്നും KM ഗാർമെന്റ്സ് എക്സ്പോർട്ടേഴ്സ് കുടിശ്ശിക വരുത്തിയിട്ടുള്ള 50 ലക്ഷം രൂപയും പലിശയും ഈടാക്കുന്നതിന് റവന്യൂ റിക്കവറി നിയമപ്രകാരം ഈ സ്ഥാപനം ജപ്തി ചെയ്തുകൊള്ളുന്നു. ജപ്തിക്ക് മുമ്പ് ഞങ്ങളുടെ പൈസ കാൽ കാശിന് വിലയില്ലാത്ത ചെക്ക് വെച്ച് 15 ലക്ഷം വാങ്ങിയതാ ലണ്ടൻ എക്സ്പോർട്ടിന്. മാധവൻ മുതലാളിയെ കണ്ടപ്പോ അങ്ങേര് കൈമലർത്തി പാപ്പരാന്ന്. ഞങ്ങളുടെ നെഞ്ച് വെള്ളമാക്കിയ കാശാ ഇങ്ങ് തന്നേരെ സാറേ. കമ്പനിയിൽ ആകെ 1 ലക്ഷം രൂപയുള്ളൂ. ഇത് നിങ്ങൾ വീതിച്ചെടുത്തോളൂ. പിന്നെ ഇത് എന്റെ കാറിന്റെ താക്കോല. ഈ വീടും പറമ്പും കൂടി നമുക്ക് എഴുതി കൊടുക്കേണ്ടി വരും, ബാങ്കിന്റെ ബാധ്യത തീർക്കാൻ. അറിയാം, മാനേജർ ഇവിടെ വന്നിരുന്നു. എല്ലാറ്റിനും അമ്മ എന്നോട് പൊറുക്കണം. ഞാൻ കാരണം. നീ വിഷമിക്കരുത്. അച്ഛൻ പോയപ്പോഴേ ഈ വീടിന്റെ എല്ലാ വിളക്കുകളും അണഞ്ഞു. പറയൂ, എപ്പോഴാ മാറേണ്ടത്? ജപ്തി നടത്തിയെടുക്കാൻ അവർ അതിരാവിലെ എത്തുമെന്നാ പറഞ്ഞത്. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് മാനം കെടുത്താതിരിക്കാൻ. നിനക്ക് സങ്കടം കാണും. എന്തിനാ അത്? എനിക്ക് സന്തോഷ. വെറുതെ കൊതിപ്പിച്ച് അവസാനം ശ്വാസം മുട്ടിക്കുന്ന വീടായത്. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഒരു വാടക വീട് തരപ്പെടുത്തിയിട്ടുണ്ട്. സാറേ, ഇനിയും കുടിച്ച ആമാശയത്തിൽ ഉരുള് പോട്ടി ഞാൻ ചത്തുപോകും. എടോ വക്കീലെ, ഇനി താൻ ചത്താലെന്താ? എന്റെ സ്വത്ത് മുഴുവൻ നാട്ടുകാര് കൊണ്ടുപോകാതെ താൻ രക്ഷിച്ചില്ലേ, അത് മതി. അവരായിരിക്കും. അയ്യോ, ഇതേതാ ഈ പുതിയ അവതാരം? ഇത് ഉജേഷ് ജാൻ, മധ്യപ്രദേശിന. വലിയ ജൗളി മലയാളിയാ. മാധവൻ സാറ് അയ്യോ, മാധവനാരകത്ത് തൂങ്ങിച്ചത്തോണ്ടിരിക്കുമല്ലയോ? എന്താ കുറച്ചുകൂടെ മുറുക്കുന്നു? ഗസ്റ്റിനെ അപമാനിക്കരുത്. അയ്യോ, ഇത് ഗസ്റ്റ് അല്ല, ഗോസ്റ്റാ. വരൂ, ഫുൾ ലൂസാ. ലൂസും പുരുഷനിക്ക്. വരൂ, ഇരിക്കും. നമസ്കാർ മാധവൻ നായർ. നമസ്കാർ. കൈസാ ഹൈ? സബ് കുച്ച് ടീക് ഹൈ. ഡ്രിങ്ക് കരോ. ഹിന്ദി പറഞ്ഞത് മനസ്സിലായോ? എടുത്തു കുടിക്ക്. ഈ പഴുപ്പനോട് പറ, അന്ന് ഇവന്റെ മില്ലിന്ന് അയച്ച പഴന്തുണി കാരണം നമ്മുടെ കമ്പനി പൂട്ടിയെന്ന്. അത് പറയണ്ട, കമ്പനി അറിയാതെ 10 ലക്ഷം രൂപ നമുക്ക് കമ്മീഷൻ തന്നതാ. ക്യാ ബോൽതാ ഹേ? ഇവിടെ ഇപ്പൊ ഒന്നും പോലത്തണില്ല. ഇവനെ നന്നായിട്ട് നമുക്കൊന്ന് ഉരുക്കണം. അത് ഞാൻ ഏറ്റു. When will the company open?
എന്നാ നമ്മുടെ പുതിയ കമ്പനി ഓപ്പൺ ചെയ്യുന്നതെന്ന്. ആ അടുത്ത 12-ാം തീയതി ആവട്ടെ. മോളെ പ്രാന്ത് പിടിപ്പിച്ച ഈ കളി തീരും. ഈശ്വര, എനിക്കിതൊന്നും കാണാൻ വയ്യ. മോളെ മോളെ അവൾ ഇന്നൊന്നും കഴിച്ചിട്ടില്ല. എഴുന്നേൽക്ക്. എഴുന്നേറ്റ് എന്തെങ്കിലും പോയി കഴിക്കും. അച്ഛനും കൂട്ടുകാരും കൂടി കഴിച്ചാ മതി. ഇപ്പൊ ഈ വീട്ടിൽ വിളമ്പുന്നത് കൊലച്ചോറ. ഞാൻ പറയുന്നത് നീ കേക്ക്. ഒന്നും പറയണ്ട. ഞാൻ ഇങ്ങനെ ഒരു കളി കളിച്ചില്ലായിരുന്നെങ്കിൽ അവനെ പോലെ നമ്മളും തെണ്ടിപ്പോയനെ. എങ്കിലെത്ര നന്നായനെ. പണത്തിന് വേണ്ടി അച്ഛൻ അമ്മയുടെ കെട്ടുതാലി വരെ ഊരി, ഹൃദയം തന്ന് സ്നേഹിച്ചവരെ വരെ വഴിയാധാരമാക്കി. എന്തിനായിരുന്നു ഇതൊക്കെ? ആർക്കു വേണ്ടി? അച്ഛന് പണം മാത്രം മതി. പണം കിട്ടിയ അച്ഛൻ എന്ത് വിൽക്കും? ആരെയും വിൽക്കും, സ്വന്തം മകളെ പോലും. മിണ്ടരുത്. കൂടുതൽ ലാളിച്ചതിന്റെ കുഴപ്പ. തല്ലിക്കൊന്നോ എന്നാലും ഞാൻ വിളിച്ചു പറയും. ഇനി നീ ശബ്ദിക്കരുത്. കൊന്നുകളയും ഞാൻ. ഒന്നേ ഉള്ളൂന്നൊന്നും ഞാൻ വിചാരിക്കില്ല. അവൻ മോളെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുക. ഇവരുടെ തലയിടാ നിങ്ങളാര്? UN സെക്രട്ടറി ജനറലോ? ഇറങ്ങി പോവാ. ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, ഇനി അവന്റെ കൂടെയുള്ള ചുറ്റിക്കളിയൊക്കെ എന്റെ പൊന്നു മോൾ അങ്ങോട്ട് നിർത്തിയേക്ക്. അങ്ങനെ പരസ്പരം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ മനസ്സിൽ നിന്ന് മാറ്റി കളഞ്ഞേക്ക്. അതൊന്നും നടക്കില്ല. ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അതേ നടക്കൂ. കോംപ്രമൈസിന്റെ സ്റ്റേജൊക്കെ എന്നേ കഴിഞ്ഞു. ഇനിയിപ്പോ രണ്ടിലൊന്നും അറിയാതെ ഞാൻ പിന്നോട്ടില്ല. വേണ്ട, നിങ്ങൾ രണ്ടുപേരും തോൽക്കണ്ട. ഞാൻ തോറ്റോളാം. പരിഭവിച്ചിട്ടൊന്നും കാര്യമില്ല. ഒന്നും ഞാനായിട്ട് തുടങ്ങി വെച്ചല്ലോ. എന്താ കുട്ടിയത്? അളിയൻ പ്രത്യേകം പറഞ്ഞതല്ലേ ഇവനുമായിട്ടുള്ള കമ്പനി വേണ്ടെന്ന്. എന്റെ കാര്യങ്ങൾ ഇടപെടണ്ടെന്ന് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളല്ലേ. വെരി സോറി. എനിക്ക് നിന്റെ അച്ഛൻ പറയുന്ന അനുസരിക്കാനേ നിവൃത്തിയുള്ളൂ. നിന്നെ വിളിച്ചോണ്ട് വരാൻ അളിയൻ എന്നെ പറഞ്ഞു വിട്ടിരിക്കുക. ഞാൻ വന്നോളാം, അച്ഛനോട് ചെന്ന് പറഞ്ഞേക്ക്. മര്യാദക്ക് എന്റെ കൂടെ വരുന്നു അതോ ഭീഷണിപ്പെടുത്തുവാണോ? ആ അങ്ങനെ ധരിച്ചാലും കുഴപ്പമൊന്നുമില്ല. മോള് വാ. ബലപ്രയോഗം വേണ്ട. രമേശൻ ചെല്ല്. ആലോചിക്കാനൊന്നുമില്ല. അത് തന്നെയാണ് ബുദ്ധി. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ കുഴപ്പങ്ങളാ ഉണ്ടാകാൻ പോകുന്നതെന്ന് ആർക്കറിയാം. ഒന്നും വരാനില്ല. നീ ധൈര്യമായിരിക്കും. ഈ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. നീ എന്നും എന്റെ പെണ്ണ. ഗുരുവേ, അങ്ങ് എന്റെ ഈ വിവരക്കേടിന് മാപ്പ് തരണം. ഞാൻ അങ്ങയുടെ ആസനത്തിൽ തന്നെ ഒരു അമിട്ട് പൊട്ടിക്കാൻ പോവാ. ഇതിത്തിരി കടുക്കും. എന്നാൽ ഈ വത്സല ശിഷ്യനെ ശപിക്കരുത്. എന്നെ അനുഗ്രഹിക്കണം. വേറെ വഴിയില്ലാഞ്ഞിട്ട് എന്റെ ഗുരു. ആ, നീ പറഞ്ഞ പോലെ ഹർജിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എത്രയോ കേസുകളിൽ കോടതിയിൽ നിന്ന് അപൂർവ വിധികൾ വന്നിട്ടുണ്ട്. നിയമങ്ങളെ നോക്കുകുത്തികളാക്കാൻ കോടതി ഒരിക്കലും അനുവദിക്കില്ല. നീ നന്നായിട്ടൊന്ന് പഠിച്ച് വാദിച്ചാൽ മതി, നമ്മൾ രക്ഷപ്പെടും. നിയമങ്ങൾ കൊണ്ട് എന്റെ കുടുംബം തകർത്ത മാധവൻ നായരെ നിയമത്തിന്റെ അതേ വഴിയിലൂടെ തന്നെ നമുക്ക് കൊടുക്കണം. യുവർ ഓണർ, ഇത് വിശ്വാസവഞ്ചനയാണ്, ചതിപ്രയോഗമാണ്. പ്രതി നിയമത്തിന്റെ പഴുതുകൾ അതിസമർത്ഥമായ രീതിയിൽ ചൂഷണം ചെയ്തിരിക്കുകയാണ്. നിയമപരമായി ഇദ്ദേഹം ഭാര്യയെ ഡൈവോഴ്സ് ചെയ്തുവെങ്കിലും ഇവർ ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെയാണ് ജീവിച്ചു വരുന്നത്. അതിന് മതിയായ തെളിവുകളുണ്ട്. പ്രതി ഡൈവോഴ്സ് ആക്ട് ദുരുപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. ബിസിനസ്സിൽ കാണിച്ച തട്ടിപ്പ് കാരണം പ്രതിക്ക് ലക്ഷങ്ങളുടെ കടബാധ്യത ഉണ്ടായി. അതിൽ നിന്നും തലയൂരാൻ വേണ്ടി വ്യാജമായി മെനഞ്ഞെടുത്തതാണ് ഈ ഇഷ്ടദാനവും വിവാഹമോചനവും പാപ്പർ ഹർജിയും. സ്വയം പാപ്പരാണെന്ന് പറയുന്ന പ്രതി ഇപ്പോഴും ലക്ഷാധിപതി കൂടിയാണെന്നുള്ളതാണ് മറ്റൊരു സത്യം. യുവർ ഓണർ, എന്റെ കക്ഷി ബാലചന്ദ്രൻ നന്മ നിറഞ്ഞൊരു പാവ മനുഷ്യനാണ്, നിഷ്കളങ്കനാണ്. ചതി പരമ്പരയുടെ ബലിയാടായ എന്റെ കക്ഷിക്ക് നീതി നിഷേധിക്കരുന്നും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി നിയമത്തെ വളച്ചൊടിക്കുന്ന പ്രതിക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്. യു മേ പ്രൊസീഡ്. കണ്ണീരും ദുരിതങ്ങളും നിരത്തി ബഹുമാനപ്പെട്ട കോടതിയുടെ ദീനാനുകമ്പ നേടാനുള്ള നിയമങ്ങളുടെ പിൻബലമില്ലാത്ത വില കുറഞ്ഞ തന്ത്രമാണ് ഇവിടെ അരങ്ങേറിയത്. നിരപരാധിയും നിയമവ്യവസ്ഥയെ ആദരിക്കുന്നവനുമായ എന്റെ കക്ഷിയെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുവാനും വ്യവഹാരങ്ങളിൽ കുടുക്കി പീഡിപ്പിക്കുവാനും ലക്ഷ്യം വെച്ച് സമർപ്പിച്ച ഈ ഹർജി ബഹുമാനപ്പെട്ട കോടതി ചിലവ് സഹിതം തള്ളിക്കളയണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ദ കോർട്ട് ഈസ് അഡ്ജേൺഡ്. ആ ശിവമക്കീൽ നമ്മളെ കുഴപ്പിക്കോ? സാർ ഇത്ര മണ്ടനായി പോയല്ലോ. 5 വർഷം അവനെ ഞാൻ കൊണ്ടു നടന്നത് എനിക്ക് ചായ വാങ്ങിത്തരാനും വീട്ടുകാർക്ക് മീനും പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊടുക്കാനുമാ. സാറ് പുറത്ത് പറയില്ലെങ്കിൽ ഞാനൊരു രഹസ്യം പറയാം. എനിക്ക് പൊക്കം ഇച്ചിരി കുറവാണെങ്കിലും ഞാൻ ആളൊരു ജീനിയസാ. എന്താ സാറ് നോക്കുന്നത്? നാളെ കോടതിയിലുള്ള എന്റെ പ്രകടനം സാറിന് നേരിട്ട് കാണാം.